ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി ഈ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ സൈറ്റ് വരുന്നത് മണക്കാടാണ്. അപ്പോൾ മണക്കാട് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പല ആൾക്കാർ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് വേറെ പണിക്കാരുടെ വീഡിയോ അതിൽ ഉൾപ്പെടുത്താത്ത എന്തെന്ന്. അപ്പോൾ വേറെ ആൾക്കാരുടെ വീഡിയോ ഉൾപ്പെടുത്താത്തത് അവർക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവരുടെ വീഡിയോ കൂടി ഞാൻ ഉൾപ്പെടുത്താത്തത്. ഇപ്പോൾ ഞങ്ങളിവിടെ ടോട്ടൽ 4 മേസ്ത്രിമാരുടെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഔട്ട് സൈഡാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത്. ഔട്ട് സൈഡ് എന്ന് വെച്ചാൽ ഈ സെൻസൈഡ് പ്ലാസ്റ്റർ ചെയ്ത് അതിൻ്റെ നെറ്റി പിടിച്ച് അടിയിൽ വാട്ടർ കട്ടിങ് പിടിച്ച് ഇതിൻ്റെ ടോപ്പ് ചാന്ത് വിട്ട് ഈ കാണുന്ന ഭിത്തി എത്രത്തോളം പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റുമോ നമ്മൾ അത്രത്തോളം പ്ലാസ്റ്റർ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡ് ഒരു ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ പ്ലംബിങ്ങിൻ്റെ പണി ചെയ്യാൻ വേണ്ടി അവർക്ക് ആ ഒരു സൈഡും കൂടി പ്ലാസ്റ്റർ ചെയ്താൽ മാത്രമേ പ്ലംബിങ്ങിൻ്റെ പണി ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു മാക്സിമം നമുക്ക് എത്രത്തോളം ചെയ്ത് തീർക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് ചെയ്ത് തീർക്കാം എന്നുള്ള ഒരു കാൽക്കുലേഷൻ ചെയ്താണ് നമ്മൾ രാവിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ രാവിലെ കുറച്ച് സമയം നമുക്ക് പോയി. കാരണം ഈ സൈഡിൽ നമുക്ക് ഉയരത്തിന് വേണ്ടി സാധനങ്ങളൊന്നും സെറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഗ്രൗട്ട് അടിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, തൊട്ടടുത്ത് വല്ല വീടുകളുണ്ടെങ്കിൽ മെയിനായിട്ട് ഗ്രൗട്ട് അടിച്ച് അവരെ വീട്ടിൽ വീഴുന്ന അത് കയ്യോടെ കഴുകി കൊടുക്കേണ്ടി വരും. കഴുകി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിയാൽ മുഴുക്കത്തില്ല. അവർ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും. കാരണം അതുകൊണ്ട് മാക്സിമം അടുത്ത് വീടുകൾ വല്ലതുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റോ ടാർപ്പാളോ എന്തെങ്കിലും വെച്ച് മൂടണം. അപ്പോൾ നമുക്ക് ഇവിടെ ടാർപ്പാളൊന്നും വെച്ച് മൂടാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടുങ്ങിയ സ്ഥലമാണ്. ഈ കാണുന്ന സ്ഥലത്ത് മാത്രമേ കുറച്ച് സ്പേസ് ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഇടുങ്ങിയ സ്ഥലമാണ്. അത്രയും സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ടാർപ്പ് എടുത്ത് ഇടാത്തത്. പിന്നെ പ്ലാസ്റ്ററിങ്ങിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഈ തട്ട് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ചട്ടി മണ്ണ് എത്ര ചട്ടി സിമൻറ്റ് അതൊന്ന് പറഞ്ഞു തരുമെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അറിയാൻ വേണ്ടിയാണ്. നമുക്ക് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ചെയ്യുന്നത്. കാരണം ഇതിനിടയ്ക്ക് ഒരാൾ എന്നെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ നാട്ടിൽ ഈ തട്ട് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ 6 ചട്ടി മണലിന് 1 ചട്ടി സിമൻ്റാണ് ഇടുന്നത് എന്നൊക്കെ അതിൻ്റെ അടുത്ത് കണക്ക് പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങളിവിടെ ചെയ്യുന്നത് ഈ സീലിംഗ് തട്ട് സെൻസൈഡ് ഇതിൻ്റെ അടി പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ 4-1 നമ്മളിട്ട് പ്ലാസ്റ്റർ ചെയ്യുന്നത്. 4-1 വെച്ചാൽ 4 ചട്ടി മണൽ 1 ചട്ടി സിമൻറ്റ് ആ ഒരു കണക്കിലാണ് നമ്മൾ ഇവിടെ മസാല ചാന്ത് മിക്സ് ചെയ്യുന്നത്. ചില ആൾക്കാർ 3 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റ് ഇടും. പക്ഷെ അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിമൻറ്റ് കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ്. കാരണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ സിമൻറ്റ് കൂട്ടി കുറച്ച് സിമൻറ്റ് ചാന്തിൽ എവിടെയെങ്കിലും ഒന്ന് തേച്ചിട്ട് അത് വന്ന് നോക്കുമ്പോൾ അതിൽ ചെറിയൊരു വെടുപ്പ് കാണും, വെടിച്ചിരിക്കും. ആ വെടിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമൻറ്റ് കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ 4-1 ഈ പടവ് ഭിത്തി പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ 5-1 ഇട്ടാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത്. ഈ 5-1 ഇടുമ്പോൾ പല ആൾക്കാരും പല അഭിപ്രായമായിരിക്കും പറയുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ നമുക്ക് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത് 5-1 ഇട്ടാണ് ഞങ്ങൾ പ്ലാസ്റ്റർ ചെയ്യുന്നത്. അല്ലാതെ 6-1 7-1 ഇട്ട് ഞങ്ങൾ ഒരിക്കലും ചെയ്യത്തില്ല. കാരണം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഇത് നമുക്ക് കരാർ വർക്കാണ്. അപ്പോൾ കരാർ വർക്ക് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന വർക്കിന് ഒരു ആത്മാർത്ഥതയും ഒരു സത്യസന്ധതയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 4-1 5-1 ആ ഒരു കണക്കിൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത്. പിന്നെ കോലിടുമ്പം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രണ്ട് സൈഡ് നമ്മൾ അടിക്കുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ കാണും. മാക്സിമം നമ്മൾ ഇതിൻ്റെ അതിൻ്റെ എഡ്ജ് വരുന്ന ഭാഗം കറക്റ്റ് മുഴക്കോലിന് കറക്റ്റ് ഏറ്റായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാട്ടർ കട്ടിങ് ചെയ്ത് ഈ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടന്ന് പെയിൻറ്റിങ്ങിൻ്റെ പണി കഴിയുമ്പോഴായിരിക്കും അതിൽ വ്യത്യാസം നല്ല രീതിയിൽ അറിയുന്നത്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ചെയ്യുന്നത്, നമ്മളെപ്പോഴും എവിടെ പോയാലും നമുക്ക് ചെയ്യുന്ന വർക്ക് നമ്മൾ അത്രയും നീറ്റായിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ കുറ്റം പറയാനും ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയാനായിട്ട് വരുന്നുണ്ട്. കാരണം അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നവർ പറയട്ടെ. നമ്മൾ ചെയ്യുന്ന വർക്ക് അത്രയും നീറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാലുള്ള ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർക്ക് നമുക്ക് കിട്ടും. കാരണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു വർക്ക് നമുക്ക് കിട്ടുന്നത് നമ്മളെ വർക്ക് കണ്ട്
ആ വർക്ക് ഇഷ്ടപ്പെട്ട് ആ വർക്ക് അവർ നീറ്റായിട്ട് ചെയ്ത് നല്ല റേറ്റൊക്കെ വളരെ കുറച്ചാണ് പൈസയ്ക്ക് ചെയ്ത് അത്രയും ആത്മാർത്ഥതയോടെ ചെയ്തു എന്ന് അവർക്ക് ബോധ്യമായാൽ മാത്രമേ അടുത്ത വർക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു കാൽക്കുലേഷൻ പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം നമ്മൾ ലാഭം അവിടെ നോക്കുന്നില്ല. അവിടെ നമുക്ക് പൈസ ഇത്ര രൂപ ലാഭം കിട്ടണമെന്ന് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ഡെയിലി വർക്ക് കിട്ടിയാൽ മതി. അതുപോലെ തന്നെ ചെറിയ ലാഭമായാൽ പോലും നമ്മൾ വലിയ സന്തോഷമായിരിക്കും. കാരണം നമ്മളൊരു വർക്ക് ഏറ്റെടുക്കുമ്പോൾ അത് ഭംഗിയായി ചെയ്ത് തീർത്തു കൊടുക്കാൻ പറ്റിയ അത്രയും സന്തോഷമാണ്. നമുക്ക് ഇവിടെ കുറച്ച് ഡിലേ ആയിപ്പോയി, വർക്ക് കുറേ പെൻഡിങ് ആയിപ്പോയിട്ടുണ്ട്. അത് പെൻഡിങ് ആയത് നമ്മളെ ഒരു കാരണം കൊണ്ടല്ല നമുക്കിവിടെ പെൻഡിങ് ആയത്. നമുക്കിവിടെ ഷട്ടറിങ്ങിൻ്റെ വർക്കൊക്കെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. കാരണം ഷട്ടറിങ്ങിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് വേറെ അർജൻറ്റ് വർക്കുകളൊക്കെ ആയപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ദിവസം പെൻഡിങ് ആയി. അല്ല ആ ഒരു പെൻഡിങ് വന്നില്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ ഈ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. അപ്പോൾ അതിൽ നമുക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ക്ലയൻറ്റിൻ്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. കാരണം നമ്മളെ വർക്കിൽ ഇവിടെ ഒരു പെൻഡിങ് ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ മാക്സിമം ക്ലയൻറ്റിന് മെയ് മാസത്തിൽ കയറാൻ വേണ്ടിയാണ് ക്ലയൻറ്റ് നിൽക്കുന്നത്. അപ്പോൾ അകത്ത് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കാരണം അകം കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്തു. പിന്നെ ഇനി ഔട്ട് സൈഡ് പ്ലാസ്റ്റർ ചെയ്യാൻ നേരത്തെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഞാൻ പറയുന്ന വീഡിയോയിൽ പറയുന്ന കാര്യമാണ്, നമ്മൾ ഈ ഗ്രൗട്ട് ഒഴിച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ നനവുള്ള ഭിത്തി പടമൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രൗട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. സിമെൻറ്റ് പൊടി അടിച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് പ്ലാസ്റ്റർ ചെയ്യാം. അല്ല, ഈ ഔട്ട് സൈഡൊക്കെ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഉണങ്ങിയ ഭിത്തിയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഞങ്ങളിവിടെ മൊത്തം ഫുള്ള് ഗ്രൗട്ട് ഒഴിച്ചിട്ടാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രൗട്ട് ഒഴിച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്യുമ്പോഴുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഏരിയ കൂടുതൽ കവർ ചെയ്യാൻ പറ്റും. ഒറ്റ സ്റ്റെപ്പിന് തന്നെ നമുക്ക് ഏരിയ കവർ ചെയ്യാൻ പറ്റും. രണ്ടാമത് ആ പ്ലാസ്റ്ററിങ്ങിന് പക്ക ഗ്യാരണ്ടിയാണ്. അതായത് നല്ല ഉറപ്പായിരിക്കും, നല്ല പിടുത്തമായിരിക്കും. നമ്മളിപ്പോൾ ഒരു ആണി അടിക്കണമെങ്കിൽ പോലും ആണി കയറിയാൽ പോലും കറക്റ്റ് സ്ട്രൈറ്റായിട്ട് കയറി പോകത്തേ ഉള്ളൂ. അതേസമയം നമ്മൾ ഈ ഗ്രൗട്ട് ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആണി അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചുറ്റും വെട്ടി ഇളവും. അതങ്ങനെ ഇളവുന്നത് ഈ ബ്രിക്കിൽ ഈ സിമൻറ്റ് പിടിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഗ്രൗട്ട് ഒഴിച്ച ഒരു പടവിലും ഗ്രൗട്ട് ഒഴിക്കാതെ ഒരു പടവിലും ചാന്തടിച്ച് പ്ലാസ്റ്റർ ചെയ്തിട്ട് അടുത്ത ദിവസം വന്ന് ചുറ്റലിന് അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇത്രയും പക്ക പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇത്രയും പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻസൈഡ് പ്ലാസ്റ്റർ ചെയ്തു. നമ്മളൊരു മേസ്ത്രി, ഒരു ഇടംചാടിയാണ്, അവിടെ ഇരുന്ന് വളരെ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഒരാൾ മേളിലും ഒരാൾ താഴെയാണ്. കാരണം അങ്ങനെ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും അവിടെയും വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് നമുക്ക് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട, ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കുക. കാരണം ആ ഒരു പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ അങ്ങ് ജസ്റ്റ് ചെയ്തങ്ങ് പോകും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ സെൻസറിൻ്റെ അടിയിലൊക്കെ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ ഒരു 2 അടി ഹൈറ്റിന് ഫുള്ള് ഗ്രൗട്ട് വെക്കും. ആ ഗ്രൗട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ 100% ഉറപ്പ് അവിടെ വെള്ളം വീഴുന്ന പടവാണെങ്കിൽ അവിടെ ഈർപ്പം അകത്തോട്ട് കയറാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു വീടിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ നോക്കണം. അതായത് ഇപ്പോൾ നമ്മളൊരു മേസ്ത്രി ഏറ്റവും ടോപ്പിൽ സിമൻറ്റ് ഇട്ട് ഗ്രൗട്ട് ചൂറ്റി നമ്മൾ നല്ല സ്ലോപ്പ് ചെയ്താണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അടിയിൽ